കേരളത്തിൽ ഇന്ന് അമേരിക്കയും ഒരു തരംഗമാകുന്നുണ്ടോ എന്നുള്ളതാണ് സ്റ്റഡി അബ്രോഡിൽ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ കുട്ടികൾ മറ്റു ഡെസ്റ്റിനേഷൻസ് അയർലൻഡ്, UK, ഓസ്ട്രേലിയ എന്ന രാജ്യം സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ അമേരിക്കയും ഇന്ന് കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ഒരു അവരുടെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിനെ സെലക്ട് ചെയ്യുന്നതായിട്ട് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് JB Age Flyയുടെ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജോസഫ് തരകൻ സാർ തന്നെയാണ്. സാറിനെ വെൽക്കം ടു ദിസ് വീഡിയോ. താങ്ക് യു സർ. അമേരിക്കയുടെ സ്കോപ്പ് ഇന്ന് മലയാളികൾ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ട്രംപ് ഇലക്ഷനിൽ നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അമേരിക്കയുടെ സാധ്യതകൾ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് JB Age Flyയുടെ നേതൃത്വത്തിൽ സാർ എന്താണ് സാറിന് അതിന് പറയാനുള്ളത്? അതിനെക്കുറിച്ച്, അതിൻ്റെ സ്കോപ്പിനെ കുറിച്ച്, അമേരിക്കയിൽ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ്, എന്താണ് അമേരിക്കയുടെ സാധ്യതകൾ, സാറിനൊന്ന് പറയാമോ? യെസ്, അതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നൊരു പക്ഷേ അമേരിക്ക തന്നെയായിരിക്കും. പക്ഷേ അതിൽ നമ്മുടെ മലയാളി കുട്ടികളുടെ എണ്ണം വളരെ കുറവാണെന്ന് മാത്രം. കൂടുതലും ഈ പറയുന്ന ആ ഒരു ചെന്നൈ അല്ലെങ്കിൽ ഹൈദരാബാദ് ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വളരെയധികം കുട്ടികൾ അവരുടെ ഫസ്റ്റ് ചോയ്സ് USA ആണ്. അപ്പം അവിടെ നിന്ന് ധാരാളം കുട്ടികൾ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയും ഒരുപക്ഷെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം കുട്ടികൾ പോകുന്നുണ്ടെന്ന് തന്നെ അർത്ഥം. ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് UK, കാനഡയിൽ നിന്നൊക്കെ കണ്ടമാനം ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ള കാരണം അമേരിക്കയിലേക്കുള്ള ആപ്ലിക്കേഷൻസ് റിലേറ്റഡ് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കേരളത്തിൽ നിന്ന് വളരെ വളരെ കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ അമേരിക്കയിൽ നമുക്ക് വിസ പ്രോസസ്സിൻ്റെ അകത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എംബസി ഇൻ്റർവ്യൂ ഉണ്ട്. അത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്. അതിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അതിൽ നമുക്ക് ഒരു സക്സസ് റേറ്റ് കിട്ടുക. അപ്പം ആ ഒരു എലമെൻ്റ് ഉള്ള കാരണം നമ്മുടെ കുട്ടികൾ പൊതുവെ ഈ പറയുന്ന ആ രാജ്യങ്ങൾ അവോയ്ഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പം US ആണ് ധാരാളം ഓപ്ഷൻസ് കൊടുക്കുന്നത്. എസ്പെഷ്യലി സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രംപ് വന്നതിന് ശേഷം ഈ എഡ്യൂക്കേഷൻ മാർക്കറ്റ് ഫോർ അമേരിക്ക അത് വീണ്ടും വളരെ അധികം ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. കാരണം അമേരിക്ക കണ്ടമാനം ഇനി പ്രൊഡക്ഷൻസൊക്കെ അവരുടെ തന്നെ ആക്കാൻ ഡിപ്പെൻഡൻസ്, ചൈനയുടെ മേലുള്ള ഡിപ്പെൻഡൻസ് കുറച്ചിട്ട് അമേരിക്ക തന്നെ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ടമാനം മാനുഫാക്ചറിങ് സെഗ്മെൻറ്റുകൾ അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം തൊഴിലവസരങ്ങളും അമേരിക്കയിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം അമേരിക്കയിലത്തെ ടാക്സ് ആയിരുന്നു. അമേരിക്കയിൽ ഏകദേശം ഒരു 40% അടുത്തൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നത് ട്രംപിൻ്റെ പുതിയ ഡിക്ലറേഷൻ വന്നിട്ടുള്ളത് 15% കുറക്കാൻ പോകുന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന സാലറിയിൽ ഒരു വലിയൊരു എമൗണ്ട് അവരുടെ ടാക്സ് ആയിട്ട് പോയിരുന്നത് ഇനി മുതൽ 15% മാത്രമേ ടാക്സ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ എന്നുള്ളത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് USA ആപ്ലിക്കേഷൻസും എൻക്വയറീസും ധാരാളം കൂടി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കുമ്പം അമേരിക്ക വലിയൊരു രാജ്യമാണ്, 50 സംസ്ഥാനങ്ങളുള്ള രാജ്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ റിക്വയർമെൻറ്റ് വരുന്നത് ഒരു പക്ഷേ ന്യൂയോർക്ക്, കാലിഫോർണിയ, പെൻസിൽവാനിയ, ഫ്ലോറിഡ എന്നുള്ള സ്റ്റേറ്റുകളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ടായിരിക്കുക, കുട്ടികൾക്ക് പോകാനായിട്ട് ആഗ്രഹമുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഈ സ്ഥലങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്ത് സംസാരിക്കാം. കാരണം 4500-5000 യൂണിവേഴ്സിറ്റികളുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുപക്ഷെ കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്കൊരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതും കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലിയും ഫുൾ ടൈം ജോലിയും കിട്ടാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് സംസാരിക്കാം. അതായിരിക്കും ഈ പറഞ്ഞ US കേസിൽ കുറച്ചും ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ JB Age Fly എനിക്ക് തോന്നുന്നു ഒത്തിരി അമേരിക്കൻ യൂണിവേഴ്സിറ്റികളായിട്ട് ടൈപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഏതാണോ സാറിന് പറയാം? നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളിൽ ഗാനൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വിൽക്കീസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡ്രക്സൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ നല്ല കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം ഇതിൽ തന്നെ നമുക്ക് വിസ എന്നുള്ളൊരു വലിയൊരു പ്രോസസ്സാണെന്ന് അറിയാമല്ലോ. അതിൽ എംബസിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല ശക്തമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും കൂടി സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കത് കുറച്ചുകൂടി സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾക്കായിട്ട് നമ്മളെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് വിൽക്കീസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പെൻസിൽവേനിയയിലാണ് ആ യൂണിവേഴ്സിറ്റി വരുന്നത്. യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ് വരുന്നത് 2300 മറ്റൊക്കെയാണ്. നമുക്ക് ബാങ്ക് ലോൺ അസിസ്റ്റൻസിനും ചില സ്ഥലങ്ങളിലോ ചില ബാങ്കുകളൊക്കെ നോൺ കൊളാട്രൽ ആയിട്ടുള്ള ലോണും വരെ കൊടുക്കാവുന്ന വലിയ യൂണിവേഴ്സിറ്റിയിൽ പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് വിൽക്കീസ് യൂണിവേഴ്സിറ്റി. ധാരാളം കോഴ്സ് ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. നമുക്ക് എംബസി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി നമുക്ക് അസിസ്റ്റൻസ് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് വിസ ഓൾമോസ്റ്റ് അഷ്വേർഡ് ആണ്. യെസ്, അപ്പോൾ മലയാളികളുടെ ഒരു പേടി എന്ന് പറയുന്ന വിസ റിജക്ഷനിൽ പോലും നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി എല്ലാ സപ്പോർട്ട് എടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. അതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് BSc നഴ്സിംഗ് പോലെയുള്ള പ്രോഗ്രാം
വളരെ എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നു കാണും. അതിനെക്കുറിച്ച് സാറിന് എന്താണ് ഒന്നുകൂടി? BSc നഴ്സിംഗ് നമുക്ക് ഏകദേശം 13 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. പെർ ഇയർ ആണ്. 4 വർഷമാണ് നഴ്സിംഗിൻ്റെ കോഴ്സ് ബാച്ചിലേഴ്സിന് വരുന്നത്. അവിടെ ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത് അണ്ടർ ഗ്രാഡ് എന്നാണ് പറയുന്നത്. അണ്ടർ ഗ്രാഡ് കോഴ്സ് 4 വർഷമാണ് വരുന്നത്. മാസ്റ്റേഴ്സ് ആണെങ്കിൽ 2 വർഷമാണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ഈ പറയുന്ന ഒരു എമൗണ്ട് ആണ് വരുന്നത്. 5 ലക്ഷത്തോളം സ്കോളർഷിപ്പ് നമുക്ക് കിട്ടാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, നല്ല IELTS സ്കോർ ഉണ്ടെങ്കിൽ. ഓർക്കുക, US വിൽക്കിസ് യൂണിവേഴ്സിറ്റിയിലേക്ക് IELTS മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് IELTS ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോളർഷിപ്പിന് അത് ബെനിഫിഷ്യൽ ആവുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് റെഗുലറായിട്ട് അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ 60% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS വേണ്ട, നിങ്ങൾക്ക് ഡ്യൂലിംഗോ വേണ്ട, ടോഫൽ വേണ്ട, ഒരു എക്സാം ഇല്ലാതെ MOI നിങ്ങളുടെ മീഡിയം ഫിനിസ്റ്റേഷൻ ഇംഗ്ലീഷിലാണെന്ന് മാത്രമുള്ള ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം. ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് ആണ്. ഇമിഗ്രേഷൻ ഓഫീസർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ പറ്റണം. US വിസ ഇൻ്റർവ്യൂയിലേക്ക് വേണ്ടിയിട്ട് എഡ്യൂഫ്ലൈ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂ സക്സസ് 100% ആണ്. ഇമ്മീഡിയറ്റ്ലി യു വിൽ നോ ദ റിസൾട്ട്, യു ആർ പാസ്ഡ് ഓർ നോട്ട്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്ക് വീണ്ടും നിങ്ങൾക്ക് ഡേറ്റ് തരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ പ്രോസസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്ത അഡ്മിഷൻ എന്ന് പറയുന്നത് ജാനുവരി ആണ്. ടൈം വളരെ ഷോർട്ടാണ്. അടുത്ത അഡ്മിഷൻ ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ എത്രയും നേരത്തെയോ നിങ്ങൾ ചെയ്യുന്നു അത്രയും നേരത്തെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് എഡ്യൂഫ്ലൈ വീണ്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് $200 ഉണ്ട്. അത് നമ്മൾ വേവ് ഓഫ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഒരു ആപ്ലിക്കേഷൻ ഫീസും ഇല്ല. ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കോളേജിലേക്ക് ഫീസ് അടയ്ക്കുന്നത് പോലും ഒരു പക്ഷേ വിസ കിട്ടിയതിന് ശേഷം മാത്രം അടച്ചാൽ മതി. സോ നിങ്ങൾക്ക് വിസ കിട്ടുന്നവരെ ഒരു പൈസ ചിലവില്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് US ഡ്രീം കംപ്ലീറ്റ് ചെയ്യാം. യെസ്, വെരി ഗുഡ്. JB എഡ്യൂഫ്ലൈയുടെ ഏറ്റവും പുതിയ US അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നേഴ്സിംഗ് പോലുള്ള പ്രോഗ്രാം പോലും കുട്ടികൾക്ക് അവിടെ പോകുന്നതിനും സെറ്റിൽഡ് ആവുന്നതിനും ഒത്തിരി വെറൈറ്റി പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്ന വിൽക്കിസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഈസിയായി വിസ പ്രോസസ്സും അതിനുള്ള അസിസ്റ്റൻസും എല്ലാം തന്നുകൊണ്ട് വി ആർ റെഡി ടു അസിസ്റ്റ് ഫോർ US വിസ ഫോർ ദ സ്റ്റഡി അബ്രോഡ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.